കുറെ നാളുകളായി സഭാ കേസ് ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന് വേണ്ടാത്ത പോലെ ആയിരുന്നു തോന്നിയത്. വീണ്ടും ഈ വിഷയം പൊതുമധ്യത്തിൽ വന്നിരിക്കുന്നു. കേസ് സംബന്ധിച്ച് മലങ്കര മെത്രോപ്പൊലീത്ത സർക്കാരുമായി ചർച്ച നടത്തിയിരുന്നോ? സഭയെ വിഭജിക്കാനാണെങ്കിലും ഒന്നിപ്പിക്കാനാണെങ്കിലും ഇത്തരത്തിൽ ഒരു നടപടി സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അറിയേണ്ടേ? അഥവാ സർക്കാരിന് വേണ്ടി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ നൽകിയ അഫിഡവിറ്റ് സത്യവിരുദ്ധമാണെങ്കിൽ സഭ അതിനെതിരെ നിയമ നടപടി എടുക്കാൻ തയ്യാറാകണം. കഴിഞ്ഞ ദിവസം നടന്ന മുഖ്യമന്ത്രിയുടെ ദേവലോകം സന്ദർശനത്തിനിടയിൽ അടച്ചിട്ട മുറിയിൽ മലങ്കര മെത്രോപ്പൊലീത്തായും മുഖ്യമന്ത്രിയും നടത്തിയ രഹസ്യ സംഭാഷണം ഇക്കാര്യത്തിലായിരുന്നുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരുടെയൊക്കെയോ മുൻധാരണ പ്രകാരം അരങ്ങേറിയ പീറമാടം പള്ളിയിലെ പ്രശ്നങ്ങൾ ചില ദുസ്സൂചനകൾ നൽകുന്നതാണെന്ന് ഓർത്തഡോക്സ് സഭാ മക്കൾ ഭയപ്പെടുന്നു. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗത്തിന് മുന്നോടിയായുള്ള മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ ഇക്കാര്യങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരണം. പിറമാടം പള്ളിയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണക്കാർ സഭ ഒന്നായി യോജിച്ചു സമാധാനത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ദൈവത്തിന്റെ കയ്യൊപ്പോടെ ലഭിച്ച 2017 ജൂലൈ 3 വിധി അട്ടിമറിച്ച സംഘമാണ്. കൂടുതലും വിധി അനുകൂലമായി ലഭിച്ചിട്ടും അത് സമാധാനത്തേക്ക് എത്തിക്കാൻ തടസ്സം നിന്ന ഓർത്തഡോക്സ് വിഭാഗം മെത്രാന്മാരും ആമയും കരടിയും കോടനാടനും ഈ കേസിൽ കരടാണ്. ഈ കള്ളക്കൂട്ടത്തെ സഭയെ നിയന്ത്രിക്കുന്നതിൽ നിന്ന് ദൂരത്തു നിർത്തി ആത്മാവിൽ പ്രേക്ഷിതരായ വിശ്വാസികളുടെ സമൂഹത്തിന് തീരുമാനം എടുക്കാൻ തക്കവിധം ജനാധിപത്യ ഭരണം സഭയിൽ ഉറപ്പാക്കണം. ആമയും കരടിയും കോടനാടനും സാത്താന്റെ ദൂതന്മാരാണ്. ഇവർ സഭയിൽ സാത്താന്റെ ഭരണം അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞു. മെത്രാൻ തിരഞ്ഞെടുപ്പിലെ സ്ക്രീനിംഗ് കമ്മിറ്റി ഉദാഹരണമാണ്. പഴയ നിയമത്തിലെ നെഹമ്യാവിനെ പോലെ ആത്മീയ വെളിച്ചം ലഭിച്ച അൽമായർ സഭയുടെ ഭിത്തി പുനർനിർമ്മിക്കാൻ ഇറങ്ങണം, അല്ലെങ്കിൽ ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.